ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്ര, അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. രാവിലെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് ആസ് യൂഷ്വൽ, പക്ഷെ നടന്നില്ല. ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായി. ലഞ്ചിന് അവിടെ എത്താം എന്നാണ് അവരോട് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പം നേരെ ഒരുങ്ങി റെഡിയായി പോയത് കൊച്ചുമാടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അവർ നോക്കിയപ്പോൾ അവർ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഉമ്മ ഇവിടെ നിന്ന് പരിദോഷണം പറയുന്നു. അംഗസംഖ്യ വളരെ കൂടുതലായിട്ട് കുറച്ച് പേര് കാറിലും കുറച്ച് പേര് ടൂ വീലറിലും സ്പ്ലിറ്റ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചു. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന മുതലിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴി അവൾക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റിലെ നമ്മളെ പറഞ്ഞു വിട്ടു. പിന്നാലെ ഫിറോസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ പമ്പിൽ കയറിയപ്പോൾ ഞാൻ അവളുടെ വീഡിയോ ഇങ്ങനെ ദൂരം മാറിയെന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നാണോമാനം ഇല്ലാതെ നമ്മുടെ ഫ്രെയിമിലേക്ക് ഇടിച്ച് കയറി വരുന്ന കണ്ടില്ലേ. ഇവർക്കും പെട്രോൾ അടിക്കണമെന്നാണ് പറഞ്ഞത്. പെട്രോൾ അടിച്ചു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഈ പട്ടി ഷോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് വഴി നന്നായിട്ട് അറിയാമെന്ന്. ഇല്ല ഗൈസ്, ഇവന് വഴി അറിയില്ല. അതിന് ഇവനോട് ബാക്കി വരാൻ പറഞ്ഞത്. ഈ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വഴി കാട്ടാൻ അവൻ പോകുന്നത് പോലെയാണ്. പിന്നെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തതേ നൈസായിട്ട് അവളെ വീട്ടിലെത്തി. വീഡിയോ എടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ ഓടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും സനയും കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ചു. പക്ഷേ ഈ യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞു മോൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അവനെ കൂടെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ, എന്നാൽ പിന്നെ അവന് ഇരിക്കട്ടെ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ അവളുടെ വീടിൻ്റെ മണ്ടക്കൂന്ന് ഇങ്ങനെ താഴ്ത്തു നോക്കിയപ്പോൾ പച്ചപ്പ് ഹരിതഭോ കണ്ടു. അപ്പോൾ എടുത്ത് ജ്യൂസായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞ വ്ളോഗ് എടുക്കാണ്, മര്യാദയ്ക്ക് നടന്നു വന്നു. അപ്പോൾ മര്യാദയ്ക്ക് നടന്നു വരുന്ന കണ്ടില്ലേ. ഇത് ഇടരുതെന്ന് അവൾ പറഞ്ഞാണ്, പക്ഷേ എനിക്ക് ഇടാതിരിക്കാൻ സാധിച്ചില്ല. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ജ്യൂസും കൊണ്ട് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്താണ്. ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ അവൾ തന്നെ കുടിക്കുമെന്നും ഗ്ലാസ് മാത്രം താഴെ കൊണ്ട് കൊടുക്കും, നമ്മൾ കുടിച്ചെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ ഭീഷണിപ്പെടുത്തി കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പറയുകയാണ്. കണ്ടില്ലേ, ഇതൊന്നും ഇടരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇടാതിരിക്കാൻ തോന്നുന്നില്ല. കണ്ടില്ലേ, ഭീഷണിയാണ്. ഈ ഭീഷണിക്ക് വഴങ്ങി ഞാനും ജ്യൂസ് കുടിച്ചു. നമുക്ക് മൂസമ്പി ജ്യൂസായിരുന്നു കിട്ടിയത്. താഴെ വേറെ ഏതൊക്കെ പേരയ്ക്ക ജ്യൂസൊക്കെ കിട്ടിയെന്ന് പറയുന്നു. എന്താണ് ഭംഗിപക്ഷം കാണിച്ചെന്ന് എനിക്കറിയില്ല. അതെ, അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വെള്ളക്കുതിര അവിടെ നിന്ന് ഇങ്ങനെ പച്ചപ്പും ഹരിതാപും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. കഴിക്കുവാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ, കണ്ടു എടുത്തു. ഇവനാണ് നമ്മുടെ താരം. ഇവൻ ഭയങ്കര വില്ലനാണ്. ഇവനൊരു ലേസുമായിട്ട് വന്ന് നമ്മളിങ്ങനെ കുതിപ്പിക്കുകയാണ്. തരത്തൊന്നുമില്ല. പിന്നെ കുറേ ചോദിച്ചപ്പോൾ എനിക്ക് 2 തന്നു. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഫുഡൊക്കെ റെഡിയായി. നല്ല നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, പരിപ്പ് കറി, പപ്പടം തുടങ്ങി ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിലെ തന്നെ ഒരു നാണമാനല്ലാതെ ഫിറോസ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ എവിടെ പോയാലും ഫസ്റ്റ് പന്തിയാണല്ലോ. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ സാരമോൾ നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ കൂടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവളെ വീഡിയോ എടുത്തപ്പോൾ അവൾ അതിനേക്കാൾ വലിയ പട്ടിഷോ. എന്നാൽ പിന്നെ അവൾ ഷോ കാണിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തേക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് പിന്നെ കുറേ പിച്ചൊക്കെ കിട്ടി. പിന്നെ അത് ഞാൻ എടുത്തില്ല, നാണക്കേടല്ലേ. അവിടെ നിന്ന് നേരെ വന്ന് ഞാനൊരു പ്ലേറ്റ് എടുത്ത് ചോറൊക്കെ ആയിട്ടൊക്കെ ഇരുന്നു. ഇവരിങ്ങനെ കഴിച്ചൊക്കെ തുടങ്ങി. അവരുടെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക. ബട്ട് ഫുൾ ഷോ ആണ് സുഹൃത്തുക്കളെ. എനിക്കും പക്ഷേ വിശപ്പൊന്നുമില്ല, അതിന് ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ ബാക്കി വന്ന ഫുഡ് ഇവിടെ വളർത്തുന്ന പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച പിന്നെ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു പൂച്ച ഞാൻ വെറുതെ വിടാറില്ല. അപ്പോൾ അതിന് കുറച്ച് നേരം ഫുഡൊക്കെ കൊടുത്തു. അതിനെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ഇരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഗൈസ് ഒരു നാണമാനം ഇല്ലാതെ വന്ന ഗസ്റ്റാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ട് നാണമില്ലാതെ കിടന്നുറങ്ങുന്നു. സൈഡിൽ നിന്ന് മൊബൈൽ കാണുന്നു. ബാക്കി പടകളൊക്കെ മണ്ടയ്ക്കാണുള്ളത്. അപ്പം ഞാനിങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ടേബിളിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവളും കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ പെൺകുട്ടികളല്ലേ, നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ മേളിലേക്ക് പോകണം, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടോട്ട് കയറി വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ 2 ആളുടെ വലിയ കളിയിലും പാടിലൊക്കെയാണ്. പെരിയോനെ റഹ്മാൻ എന്നുള്ള പാട്ടൊക്കെയാണ് പാടുന്നത്. വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷെ നല്ലതായിരുന്നു. അത് കുറച്ച് നേരം കേട്ടോണ്ടിരുന്നു. ഇവിടോട്ട് കയറിയപ്പോൾ ഫുൾ പരദൂഷണം. ഒരാളെ താഴെ കിടത്തിയിരിക്കുന്നു, ഒരാളുടെ കുഞ്ഞിനെ മുകളിൽ കിടത്തിയിരിക്കുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടുന്ന് താഴെ ഇറങ്ങിയപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. പിന്നെ വേറൊരു സെറ്റ് ഓഫ് കൊതിഞ്ഞണി നടക്കുകയാണ് ഇവിടെ. ഞാൻ കുറച്ച് നേരം അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഒന്നും അറിയത്തുള്ള വീണ്ടും പട്ടിഷോ. ഫിറോസിൻ്റെ ഫുൾ പട്ടിഷോ. കൊച്ചിനെ എടുക്കാൻ പറഞ്ഞതാണ്. അപ്പം വീഡിയോയുടെ മുമ്പിൽ കിടന്നിട്ടുള്ള പട്ടിഷോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കണ്ടു ഗൈസ്, കണ്ടിട്ട് തന്നെയാണ് പട്ടിഷോ. കൊച്ചിനെ കൊടുത്തിട്ട് ഹെൽമെറ്റും കൊണ്ട് സുഖമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ലാവിശായിട്ടിരിക്കുന്ന മറ്റൊരു അമ്മ. ഇത് റോൾ മോഡലാക്കിക്കോ എല്ലാവരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് യാത്രയൊക്കെ പറഞ്ഞ്. അവൾക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നിന്ന് കറങ്ങുകയാണ്, താളം ചവിട്ടാണ്. ഞാൻ അവളോട് ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അവർ കാറിലുള്ളവരൊക്കെ ഫസ്റ്റിൽ പോയി. ഞങ്ങൾ 2 വീലറിലുള്ളത് പിന്നാലെ വരാൻ പറഞ്ഞു.
അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ടൂ വീലറിൽ നിന്ന് മറിഞ്ഞു വീണു ഗൈസ്. ഞാനും അവളും നന്നായിട്ടൊന്ന് വീണു. അവളാണ് നന്നായിട്ട് വീണത്, പക്ഷേ ഞാൻ വീണില്ല. പക്ഷേ പരിക്കുകൾ മുഴുവൻ എനിക്കാണ് പറ്റിയത്. എൻ്റെ കയ്യിലെ തൊലിയെല്ലാം പോയി. എൻ്റെ കാലെവിടെ പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാലിന് നല്ല വേദന തുടങ്ങി. അവിടെ ഇങ്ങനെ നീരൊക്കെ വെക്കാൻ തുടങ്ങി. ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് തീരെ വയ്യാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ തുടങ്ങി. ഭയങ്കര സാഡസ്റ്റ് മൊമെൻറ്റിൽ അവസാനിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ എളിയ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്